ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി ഹിപ്നോട്ടിസ്റ്റ്. ഇവനെ ഇന്ന് കടത്താൻ പോകുന്നു. നമ്മള് ഇൻസ്റ്റ വഴി നമ്മൾ കുറെ പേര് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു, ഇങ്ങനെ ഹിപ്നോട്ടിസം ട്രൈ ചെയ്ത് നോക്കണം. വിമലൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി കുറെ പേരെടുത്ത് നമ്മളിങ്ങനെ എൻക്വയറി ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താ സംഭവം എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു. ഇത് നേരിട്ട് അറിയണമല്ലോ, ഇതൊക്കെ കാണുമ്പോ ഒരു ഇതൊക്കെ സത്യമാണോ ശരിയാണോ അങ്ങനെ ഒരു. അവര് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കൊല്ലം. അപ്പൊ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അതെ, അപ്പം അവരെ പിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും പരിപാടിയും സംഭവങ്ങളും എല്ലാം നമുക്ക് കാണാം. ഹിപ്നോട്ടിസം. ഹലോ ഗൈസ്, അവര് വന്നു ഇതിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് ബ്രോയുടെ പേരെന്തായിരുന്നു? ഈ ബ്രോ ആണ് ചെയ്യാൻ പോകുന്നത് ഹിപ്നോട്ടൈസ് രാഹുലിനെ. ഈ കൂടെ വേറൊരു ബ്രോയും കൂടെ വന്നിട്ടുണ്ട്. ബ്രോയ്ക്ക് ചെറിയ യൂട്യൂബൊക്കെ ഉണ്ട്, രഞ്ജിട്ടക്കി. അങ്ങനെയല്ലേ? അപ്പൊ ശരിക്കും ഉള്ളതല്ലേ എല്ലാവർക്കും വർക്ക് ആവത്തില്ല. അപ്പൊ ബ്രോക്ക് നല്ല കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ബ്രോക്ക് ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ സാധനം കിട്ടും. റെസിസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ പറയുമ്പോൾ ബ്രോ അതിനെ ശ്രദ്ധിക്കുക. വേറെ അങ്ങനത്തെ ശ്രദ്ധ വേണ്ടി ട്രൈ നമ്മൾ ചെയ്യണമൊക്കെ സ്ട്രീറ്റിലാണ്. അപ്പൊ ആലോചിച്ച് സ്ട്രീറ്റ് ഇഷ്ടം പോലെ ആൾക്കാർ ഉടായ്പാന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും. അവരെ അപ്പൊ ഈ കരച്ചിലൊക്കെ അല്ലെങ്കിൽ അഭിനയിക്കൂ. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ സംഭവം. ടെൻഷനൊന്നും ഇതുണ്ട് സംഭവം എങ്ങനെ ആയിരിക്കും. അറിയോ കാർഡ്സ് അറിയോ? കാർഡ്സ് ഐഡന്റിഫൈ ചെയ്യാറില്ല. സൈൻ ഓഫ് കാർഡ്സ്, ട്യൂൺ ഓഫ് കാർഡ്സ്, സ്പെയ്ഡ്, ജാക്ക് സ്പെയ്ഡ്, ക്ലാവ് അറിയത്തില്ല. ഒക്കെ ഡിഫറെന്റ് കാർഡ്സ് ആണ്. അപ്പോൾ എന്താ ചെയ്യണം? മിക്സ് ആക്കും, ഷഫിൾ ആക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാം? ഞാനിങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് അറിയാം. ഇവിടുന്ന് സ്റ്റോപ്പ് പറഞ്ഞു സ്റ്റോപ്പ് ഈ കാർഡ് ഏതാ എസ് സ്പീഡ് അങ്ങനെ സ്റ്റോപ്പ് പറയുമ്പോൾ ടോപ്പിൽ കാർഡ് കൊടുത്തു. ഓക്കെ, ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് അറിയാം. ഈ കാർഡ് മതി, ഇനി ആക്കണം. ഈ കാർഡ് ചോദിക്കും എന്നെ കാണിക്കേണ്ട ക്യാമറ അടിച്ച് കാണിച്ചില്ലേ? മറക്കത്തില്ലല്ലോ. കളറും ഷേപ്പും ഇതിൻ്റെ നമ്പറൊക്കെ അറിയിച്ച് വെക്കുക. ഇത്തരത്തിൽ ഉള്ളി എവിടെയെങ്കിലും വെക്കാം. എന്നിട്ട് പുറത്ത് മിക്സ് ആക്കാം, ഷഫിളാക്കാം. അതോ തെറ്റാണെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആയിക്കോട്ടെ. ചിലപ്പോൾ തെറ്റാണ്. ആ കാർഡ് നല്ലോണം ആലോചിക്കാം. കണ്ണിലേക്ക് വെക്കാം. കളർ നല്ലോണം ആലോചിക്കാം. 1 മുതൽ 10 വന്നുണ്ടോ? പഠിക്കാണോ? ഞാൻ കാണിച്ച കാർഡാണെങ്കിൽ ആണെന്ന് പറയുന്നെങ്കിൽ അല്ല, ഈ കാർഡാണല്ലോ കഴിയുന്നുണ്ടോ? അടച്ചു പിടിക്കും. കൊടുത്ത ആളെയൊന്നും ഓർമ്മ ഉണ്ടാ? ഏതായിരുന്നു? ഡയമണ്ട്. ഞാൻ വെച്ച കട ഏതായിരുന്നു? നോക്കി ഇത് മെന്റലിസം. അതെന്താ ഡയമണ്ട് 9 അല്ലേ കാണിച്ചത്? എടുത്ത കളി കിട്ടിയ പോലെ. ഇവിടെ കാർഡ് വെച്ചപ്പോഴത്തേക്കും കാർഡ് കളിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇവിടെ കഴുത മാത്രമേ കളിക്കത്തുള്ളൂ. നമുക്ക് കഴുത മാത്രമേ കളിക്കാറുള്ളൂ. നമ്മളെന്താ പറയുക, നമ്മൾ അങ്ങനെ സത്യമായിട്ടും പറയുന്നത്
കളിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. ശ്രദ്ധിച്ചോ കേട്ടോ, കൈ എടുക്കുക ഇപ്പോൾ പുറത്തുക. ബോൾ ഞാൻ ജസ്റ്റ് ഈ കയ്യിൽ വെക്കുന്നു. ഈ ബോൾ ടൈറ്റായി ക്ലോസ് ചെയ്യും. ചെറു കുഴപ്പമില്ല. ബാക്കിയൊരു ബോളും ഇത് പോകാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പാണോ? വിശ്വാസം ഉണ്ടോ? വാനിഷയെ പറഞ്ഞ് വിശ്വസിക്കോ? വിശ്വസിക്കോ? എങ്ങനെ വിശ്വസിക്കുക? പോയി കയറി നോക്കി ഹിപ്നോട്സ് എന്താ വെച്ചാൽ ഹിപ്നോട്സ് ചെയ്യാം നമുക്ക്. ഇനി ബ്രോ റെസിസ്റ്റ് ചെയ്യരുത്. നമ്മൾ പറഞ്ഞാൽ പോലെ ഓക്കെ ബ്രോ. ഇപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് മനസ്സിൽ ചെയ്തു. ഓക്കെ, അത് മീൻസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അത് ഇച്ചിരി എല്ലാവർക്കും പൊതുവെ അറിയാം. അപ്പോൾ എനിക്ക് നമ്മുടെ ജനറേഷൻ ഒക്കെയുള്ള ഓൾഡ് ആയിട്ടുള്ള ഒന്നും അറിയാൻ പറ്റില്ല. സോ മലയാളം പാട്ടെല്ലാം തോന്നുന്നല്ലേ? മലയാളം പാട്ട് തന്നെ. ഓക്കെ, നമ്മൾ മനസ്സിൽ മനസ്സ് ശരിക്കും പാടിക്കാൻ പാട്ടും മനസ്സിൽ വേണ്ട. മനസ്സിൽ ആ പാട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സമൂഹമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ? ഈ പോലീസിന്റെ വൈബ് അങ്ങനെ എന്തെങ്കിലും തരത്തിലോട്ട് മിക്സ് ആവുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ? പാട്ട് പ്ലേ ചെയ്യാറ് എൻ്റെ കൊടുത്തു അതാണോന്ന് അറിയില്ല. ഇത് നോക്കാം. വേടന്റെ പാട്ടാണ് തോന്നുന്നല്ലേ? അല്ലേ? ഓക്കെ, എനിക്കറിയില്ല ഇതായിരിക്കാം ചിലപ്പോ. അങ്ങനെ പെട്ടെന്ന് മനസ്സിലൊന്നും ബ്രോ കണ്ണടച്ചിട്ട് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഫ്രീ മൈൻഡായിട്ട് ഇതിൽ ഒരു 10 ഡീപ്പ് ബ്രെത്ത് പതുക്കെ എടുക്കുക. പതുക്കെ കണ്ണടച്ചിട്ട് പതുക്കെ 10 ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഓരോ ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിടുമ്പോഴും ബോഡി മസിൽസ് ഒക്കെ നല്ലോണം റിലാക്സേഷൻ്റെ ആണെങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ മനസ്സിലാക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ഉണ്ടാകാൻ വിളിച്ചൊരു ടെസ്റ്റാണ്. അത് നടത്തി വെക്കാം. കണ്ണടയ്ക്കും. ഇത് ചെറിയ ടെസ്റ്റാണ്. കണ്ണടയ്ക്കാം. ഇപ്പോൾ നല്ലോണം എൻ്റെ സൗണ്ടിൽ ഫോക്കസ് ചെയ്യട്ടെ. ഈ പുരുക്കത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. കൃഷ്ണനെ എത്തിക്കാം. ഇപ്പോൾ എൻ്റെ സൗണ്ട് മാത്രം ഇമാജിൻ ചെയ്യാം. നമ്മുടെ ചുറ്റിനും കേൾക്കുന്ന എല്ലാ സൗണ്ടും ആ നായ കേൾക്കുന്ന സൗണ്ട് വരെ പോകാൻ നല്ലൊരു റിലാക്സേഷൻ്റെ ആണെങ്കിലേക്ക് ഈ ഫാനിൻ്റെ സൗണ്ട് എടുത്ത് പോകാൻ നല്ലൊരു റിലാക്സേഷൻ്റെ ആണെങ്കിലേക്ക് കൊണ്ടുപോകാൻ ഇമാജിൻ ചെയ്യാം. എൻ്റെ സൗണ്ട് ബ്രോക്ക് വ്യക്തമായി കേൾക്കാനും പറ്റും. ബ്രോക്ക് അതേപോലെ ഇമാജിൻ ചെയ്യാനും പറ്റുമോ? എൻ്റെ സൗണ്ട് ബ്രോക്ക് വ്യക്തമായി കേൾക്കാനും പറ്റും. ബ്രോക്ക് അതേപോലെ ഇമാജിൻ ചെയ്യാനും പറ്റുമോ? ഇനി ബ്രോൻ്റെ വലത്തെ കണ്ണിലേക്ക് ഞാൻ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആളെ കുറച്ച് ഫെഫിക്കോൾ ഒഴിക്കാൻ പോട്ടോ. നമ്മൾ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആളെ കുറച്ച് ഫെഫിക്കോൾ എന്താ നമ്മുടെ കയ്യിൽ നിന്ന് കുഴിച്ചിട്ട് പെട്ടെന്ന് ഒട്ടും അത്രയും പവർഫുൾ ഫെഫിക്കോളാണ്. ആ ഫെഫിക്കോൾ ബ്രോൻ്റെ വലത്തെ കണ്ണിലേക്ക് ഒഴിക്കാൻ പോകുന്ന ഇമാജിൻ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വലത്തെ കണ്ണിലേക്ക് ഒഴിച്ചു കിട്ടും. ബ്രോൻ്റെ വലത്തെ കൺപീരീഡിയുടെ ഇടയിലൂടെ അത് ഒഴുകി ഓരോ സെക്കൻഡ് കഴിയുന്നതും ബ്രോൻ്റെ വലത്തെ കണ്ണുകൾ ടൈറ്റർ ആയിക്കൊണ്ടിരിക്കുക. ബ്രോക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റില്ല. ബ്രോൻ്റെ വലത്തെ കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുക. ബാക്കി നമുക്ക് ബ്രോൻ്റെ ഇടത്തെ കണ്ണിലേക്ക് ഒഴിച്ച് ഇപ്പോൾ 2 കണ്ണുകളും ഓരോ സെക്കൻഡ് കഴിയുന്നതും അതിൻ്റെ ടൈറ്റ് കൂടി വരികയാണ്. ബ്രോ എത്ര ശ്രമിച്ചാലും കണ്ണുകൾ തുറക്കാൻ പറ്റത്തില്ല ഇമാജിൻ ചെയ്യാം കേട്ടോ. ബ്രോ എത്ര ശ്രമിച്ചാലും ബ്രോൻ്റെ കണ്ണുകൾ തുറക്കാൻ പറ്റത്തില്ലെന്ന് ഇമാജിൻ ചെയ്യാം. ബ്രോ എത്രത്തോളം ട്രൈ ചെയ്യുന്നതോളം ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. ബ്രോ എത്രത്തോളം ട്രൈ ചെയ്യുന്നതോളം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇപ്പം ട്രൈ ചെയ്യേണ്ട. ഞാൻ പറയുന്ന ഒരു മൊമെന്റ് വരെ ബ്രോൻ്റെ കണ്ണുകൾ തുറക്കാനേ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി 10 to 0 കൗണ്ട് ചെയ്യുമ്പോഴേക്കും എന്ന് വെച്ചാൽ 10 to 0 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും അത് ഇപ്പോൾ ഒട്ടിയതിനേക്കാളും ഒരു 1000 മടങ്ങ് 2000 മടങ്ങ് അത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. 10 9 8 7 6 5 more relax 4 3 2 1. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞ് 2 കണ്ണുള്ള സ്റ്റെക്കാണ്. എത്ര ശ്രമിച്ചാലും കണ്ണുകൾ തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നതോളം ഡിഫിക്കൽട്ട് ആയിരിക്കും. മോർ ട്രൈ മോർ ഡിഫിക്കൽട്ട്. ഞാൻ പറയുന്ന ഒരു മൊമെന്റ് റിപ്പോർട്ടിന്റെ കണ്ണുകൾ തുറക്കാനേ പറ്റുന്നില്ല. ഇവിടെ ബാക്കി എല്ലാവരും പറഞ്ഞാൽ പോലും പുറത്ത് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞാൽ മാത്രം പുറത്ത് തുറക്കാൻ പറ്റുന്നു. ഇപ്പോൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നത് അത്ര ഒട്ടി വരുന്ന ട്രൈ ചെയ്തൊക്കെ പറ്റത്തില്ല. മോർ ട്രൈ മോർ ഡിഫിക്കൽട്ട് പറ്റത്തില്ല. ട്രൈ ചെയ്തൊക്കെ പറ്റത്തില്ല. പറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന് ബ്രോ ഓപ്പോസിറ്റ് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഇമാജിനേഷൻ പുറകെ കുറവാണ്. അതാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Take a deep breath, slip deeper, total deeper, deeper. More relaxed. Take a deep breath, more relaxed. ഞാൻ 10 to 0 ഉണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ബ്രോൻ്റെ അച്ഛൻ്റെ മുഖം നല്ലോണം ഇമാജിൻ കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ബ്രോൻ്റെ അച്ഛൻ്റെ മുഖം നല്ലോണം ഇമാജിൻ. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാലം മുതൽ തല വരെ നമുക്ക് കാണാൻ പറ്റും, സംസാരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ബ്രോൻ്റെ അച്ഛൻ്റെ മുഖം നല്ലോണം മനസ്സിൽ ഇമാജിൻ. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ട പേടിക്കത്തില്ല, കരയത്തില്ല, സന്തോഷത്തോടെ സംസാരിക്കാം കേട്ടോ. ബ്രോൻ്റെ അച്ഛൻ്റെ ഒപ്പം ഉള്ള ഓരോ നിമിഷവും നന്നായിട്ട് ആലോചിക്കാം. ബ്രോൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആലോചിക്കും. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ട പേടിക്കത്തില്ല, കാര്യത്തില്ല, സന്തോഷത്തോടെ സംസാരിക്കില്ല. കറക്റ്റായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ മുഖം മാത്രം മനസ്സിൽ കിട്ടുള്ളൂ. കറക്റ്റായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ മുഖം മാത്രം മനസ്സിൽ കിട്ടുള്ളൂ. കറക്റ്റായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ മുഖം മാത്രം മനസ്സിൽ കിട്ടുള്ളൂ. ഇതൊക്കെ നല്ലോണം കാണാൻ പറ്റും കേട്ടോ. കാലം മുതൽ തല വരെ കാണാൻ പറ്റും കേട്ടോ. അച്ഛനെ കണ്ട പേടിക്കത്തില്ല, കരയത്തില്ല, സന്തോഷത്തോടെ സംസാരിക്കാം കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാതിരിക്കുന്ന അതേ വസ്ത്രത്തിലായിരിക്കും അച്ഛൻ ഉണ്ടാവുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാതിരിക്കുന്ന അതേ വസ്ത്രത്തിലായിരിക്കും ഒരു അച്ഛൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണാതിരിക്കുന്ന അതേ വസ്ത്രത്തിലായിരിക്കും ഒരു അച്ഛൻ ഉണ്ടാവുക. അച്ഛനെ കണ്ട പേടിക്കത്തില്ല, കരയത്തില്ല, സന്തോഷത്തോടെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിൽ അച്ഛൻ്റെ മുഖം നല്ലോണം മനസ്സിൽ കേട്ടോ. അച്ഛൻ്റെ ചിരി, ആ കണ്ണ്, അച്ഛനിപ്പോൾ ഓരോ നിമിഷവും നന്നായിട്ട് ബ്രോക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് അച്ഛൻ അവിടെ നടന്നു വരുന്ന പോലെ ബ്രോ ഇമാജിൻ കേട്ടോ. ബ്രോൻ്റെ ഈ വീട്ടിലേക്ക് ബ്രോൻ്റെ അച്ഛൻ നടന്നു വരുന്നതായിട്ട് ബ്രോ ഇമാജിൻ ചെയ്യാം. നടന്ന് വന്നിട്ട് സോഫയിൽ അച്ഛൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോഫയിൽ ബ്രോൻ്റെ അച്ഛൻ ഇരിക്കുന്നത് ഇമാജിൻ ചെയ്യാം. ഈ സോഫയിൽ ബ്രോൻ്റെ അച്ഛൻ ഇരിക്കുന്നത് ഇമാജിൻ കേട്ടോ. ഈ സോഫയിൽ ബ്രോൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. ബ്രോൻ്റെ ഇടത് വശത്ത് ബ്രോൻ്റെ അച്ഛൻ ഇരിക്കുന്നത് ഇമാജിൻ ചെയ്യാം. ബ്രോൻ്റെ കൈമ സ്പർശിച്ചിട്ടുള്ളത് ബ്രോൻ്റെ അച്ഛനാണ് ഇമാജിൻ കേട്ടോ. ബ്രോക്ക് സ്പർശനടക്കം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബ്രോൻ്റെ അച്ഛനാണ് ഇമാജിൻ കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് അച്ഛനെ കാണാൻ പറ്റും. അച്ഛൻ്റെ ഇപ്പോൾ ഓരോ നിമിഷവും നന്നായിട്ട് ആലോചിക്കും കേട്ടോ. ഇപ്പോൾ ബ്രോൻ്റെ ഇടത്തെ വശത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ബ്രോൻ്റെ അച്ഛനായിരിക്കും. ബ്രോൻ്റെ വലത്തെ കൈമ്പോൾ തൊട്ടുള്ള ബ്രോൻ്റെ അച്ഛനായിട്ടോ. ആ സ്പർശനം എടുക്കുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് കാലം മുതൽ തലയുടെ അച്ഛനെ കാണാൻ പറ്റും, സംസാരിക്കാനും പറ്റും കേട്ടോ. അച്ഛനെ കണ്ട പേടിക്കത്തില്ല, കരയത്തില്ല, സന്തോഷത്തോടെ സംസാരിക്കാം കേട്ടോ. 10 to 0 ഉണ്ട്. എക്സാക്ട്ലി ബ്രോൻ്റെ ഇടത് വശത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ബ്രോൻ്റെ അച്ഛനായിരിക്കും കേട്ടോ. ബ്രോനെ കിട്ടിയിട്ടുള്ള ബ്രോൻ്റെ അച്ഛനായിരിക്കും കേട്ടോ. 10 9 8 7 6 5 4 3 2 1. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ മുഖം നല്ലോണം മനസ്സിലുണ്ട്. വീണ്ടും 10 to 0 ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലോണം ആലോചിക്കാം. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റായിട്ട് അത് സ്പർശനം എടുക്കുമ്പോഴേക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് നല്ലോണം ടച്ച് ചെയ്യുമ്പോഴേക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടിക്കാലത്തുള്ള ഓരോ നിമിഷവും അച്ഛനപ്പോൾ ഓരോ നിമിഷം വെക്കുമ്പോഴേക്ക് നല്ലോണം ഫീൽ ചെയ്യാം, നല്ലോണം അത് ആലോചിക്കാം. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന അതേ വസ്ത്രത്തിലായിരിക്കും അച്ഛനുണ്ടാവും. അച്ഛൻ്റെ ചിരി, അച്ഛൻ്റെ കണ്ണ്, മീശ, മുഖം നല്ലോണം മനസ്സിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലോണം മനസ്സിൽ കിട്ടുന്നുണ്ട്. 10 to 0 ഉണ്ടെങ്കിൽ എക്സാക്ട്ലി ബ്രോൻ്റെ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നത് ബ്രോൻ്റെ അച്ഛനായിരിക്കും കേട്ടോ. ബ്രോനെ വിട്ടിട്ട് ബ്രോൻ്റെ അച്ഛനായിരിക്കും കേട്ടോ. 10 9 8 7 6 5 4 3 2 1. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രോക്ക് ബ്രോൻ്റെ അച്ഛൻ്റെ മുഖം നല്ലോണം മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 2 3 വേക്കോ എന്ന് പറയുമ്പോഴേക്കും ബ്രോൻ്റെ കൈമ തൊട്ടുള്ള ബ്രോൻ്റെ അച്ഛനാണ്. ഞാൻ 1 2 3 വേക്കോ പറയുമ്പോഴേക്കും എക്സാക്ട്ലി ബ്രോൻ്റെ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നത് ബ്രോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ബ്രോൻ്റെ അച്ഛനായിക്കോട്ടെ. ഒരു മിന്നായ പോലെ വേണ്ട, ഒരുപാടില്ല, പെട്ടെന്ന് മിന്നിപ്പോയി. ഇച്ചിരി വന്നു മിന്നി
പോയപ്പോൾ എന്ന് വെച്ചാൽ നീ നല്ലോണം പറഞ്ഞില്ല നമ്മളെ മറ്റേ സ്റ്റേജൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് വേണം ചെയ്യാൻ. നീ നല്ലോണം റെസിസ്റ്റ് ചെയ്യില്ല. എന്തിനാ റെസിസ്റ്റ് ചെയ്യുന്നത്? നീ റെസിസ്റ്റ് ചെയ്യില്ല, നിന്റെ ബോധം മനസ്സിൽ നല്ലോണം റെസിസ്റ്റ് ചെയ്യില്ല. ഭയങ്കര റെസിസ്റ്റ് ചെയ്ത് റിലാക്സ് ആയിട്ട് ഇടുക. ഓക്കെ, റിലാക്സ് ആയിട്ട് ഇടുക. ഓക്കെ, കണ്ടോ എന്താ തോന്നി? ഒരാൾ പിടിച്ചു നോക്കുന്നല്ലേ തോന്നി അല്ലേ? തൊട്ടിട്ട് വിളിക്കില്ല. പിടിച്ചോണ്ടാണ് കോതി ഇങ്ങനെ എന്തോ ഒരു ഇത് വെയിറ്റ് ഉണ്ടായിരുന്നു. വിട്ടെ, ശ്വാസം എടുക്ക, വിട്ടെ, ശ്വാസം എടുക്ക, വിട്ടെ, ശ്വാസം എടുക്ക, ശ്വാസം എടുക്ക, ശ്വാസം എടുക്ക. സ്ലീപ്. ഡീപ്പ് 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 ഡീപ്പ്. നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് കഴിയുന്നതനുസരിച്ച് സ്ലീപ്പിൻ്റെ ആഴങ്ങൾ ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് കഴിയുന്നതനുസരിച്ച് സ്ലീപ്പിൻ്റെ ആഴങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മോർ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ചുണ്ടുണ്ടല്ലോ, ഞാൻ അതൊരു ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കാനായിട്ട് പോകണം. എൻ്റെ നല്ല പവർഫുൾ ആയിട്ട് ഫെവിക്വിക്ക് ഇരിപ്പുണ്ട്. സോ നിങ്ങളുടെ ചുണ്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചൂട് ഇപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ചൂട് കിട്ടുന്നില്ലേ? ചൂട് കിട്ടുന്നില്ലേ? ഫെവിക്വിക്കിൻ്റെ കിട്ടുന്നില്ലേ? കിട്ടുന്നില്ലേ? നല്ല അടിപൊളിയായിട്ട് ചൂട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫെവിക്വിക്ക് കൊണ്ട് നിന്റെ ചുണ്ട് മൊത്തം നാനേജ് പറ്റത്തില്ല. മാത്രം നമ്മൾ ട്രൈ ചെയ്ത് പറ്റത്തില്ല. മാത്രം നമ്മൾ ട്രൈ ചെയ്ത് പറ്റുന്നില്ല. സ്റ്റക്കായില്ലേ? കംപ്ലീറ്റ് സ്റ്റക്കായിട്ടില്ലേ? ഞാൻ 1 2 3 നമ്മൾ കണ്ടു തുറക്കാം. പക്ഷേ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ചുണ്ട് തുറക്കാണ്ട് വരത്തില്ല. കംപ്ലീറ്റ് സ്റ്റക്കായിരിക്കും. ഓക്കെ, സോ 1 2 3 ഓപ്പൺ റൈസ്. ചുണ്ട് എന്ത് പറ്റി? ഒട്ടിപ്പോയില്ല. പേരെന്തായിരുന്നു ബ്രോ? പേരെന്തായിരുന്നു? പറ്റത്തില്ല. ശ്രമിക്കുന്നതനുസരിച്ച് കൂടുതൽ ഒട്ടിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഫെവിക്വിക്ക് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. പേരെന്തായിരുന്നു? പറ്റത്തില്ല. ശ്രമിക്കുന്നതനുസരിച്ച് കൂടുതൽ ഒട്ടിക്കൊണ്ടിരിക്കും. ഒട്ടിയായിരുന്നോ അത്? പൊട്ടിയായിരുന്നോ? ചിരിപ്പിച്ചപ്പോ ഉറപ്പൊന്നും ഉണ്ടായിരുന്നു? അങ്ങനെ പരീക്ഷിച്ച് നോക്കണമെന്നതായി ഒട്ടിയോ എന്നുള്ളതാ അല്ലേ? ചിരിപ്പിച്ചപ്പോ ഉറക്കമല്ല. ഞാൻ പറയട്ടെ, ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മണ്ടനായി പൊത്തി സംസാരിച്ചോണ്ടിരിക്കുന്നു. കേൾക്കാൻ പറ്റും പറയുന്നത്. പറ്റുന്നുണ്ടല്ലോ. ബാക്കി എല്ലാം സൈലന്റ് അല്ലായിരുന്നു. ഇപ്പൊ ബോഡി ഇതാവോ? റിലാക്സ്. സുധി അവിടെ ഉണ്ടോ നോക്കിയേ? ഉണ്ടോ നോക്കി? വ്യക്തമാവുന്നില്ല. ഇരുട്ട് വന്നോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ തിരിച്ചിറങ്ങിക്കും. ആ സ്റ്റെയർകേസ് എന്തെറ്റി വരുന്നുണ്ടോ? കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാണാൻ പറ്റാത്തൊരു ഫീല്. ഇപ്പോൾ വരും. അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയിട്ട് കാണാം. ആ പുക മാറി കറക്റ്റ് രൂപം കാണാൻ പറ്റും. ശരിക്കും മനസ്സിലിട്ടുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. ഇറങ്ങിക്കോ. സ്റ്റെയർകേസിൽ നിന്ന് ഇറങ്ങിയോ? കണ്ണുറക്കാൻ പറ്റത്തില്ല. സ്റ്റെയർകേസിൽ ഇറങ്ങിയോ? താഴോട്ട് ഇറങ്ങിയോ? 10ാം നില 9ാം നിലയിലോട്ട് വാ. 8ാം നിലയിലോട്ട് വാ. അവിടെ സൈഡിൽ ലിഫ്റ്റ് ഉണ്ടോ നോക്കി? കാണാൻ പറ്റും. ആ വലത്തെ സൈഡിൽ ലിഫ്റ്റ് കാണാൻ പറ്റും. കാണാവാ നോക്കിയോ? ലിഫ്റ്റ് കാണാൻ പറ്റും. ആ പുറകിലോട്ട് നോക്കി.
ശരിക്കും ഈ സ്റ്റെയർകേസ് പോലും കാണാൻ പറ്റാത്തൊരു ഇതാണ്. മേലോട്ട് കയറിയപ്പോൾ കാണാമായിരുന്നല്ലോ. പടി ചവിട്ടിയാണ് കയറിയത്. ആ അപ്പോൾ ഇറങ്ങി തിരിച്ചിറങ്ങി. ആ ടെറസിൽ സ്റ്റക്കായ പോലെ തോന്നുന്നു. 2 രൂപ ഒക്കെ പറയുന്നു. വെള്ള രൂപമായ അത് വെള്ളയായ ഇത് പറയാൻ പറ്റില്ല. കണ്ണ് തുറക്കാൻ നോക്കട്ടെ. നോക്കണ്ട നടക്കത്തില്ല. എന്താ കാണുന്നത് പറ. കറുത്ത രൂപ ഒരു മേഘത്തിന്റെ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. വേഗത്തിന് തരാ. കുഴപ്പമില്ല. ആള് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ചിലപ്പോൾ കാണാൻ പറ്റും. സംസാരിക്കാൻ പറ്റുമോ നോക്കി എന്നോട്? സംസാരിക്കാൻ ചോദിച്ചു എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ നോക്കി? ഇല്ല ആളുടെ മനസ്സിലാവും. ഇല്ല ചിരിക്കുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഇപ്പൊ ക്ലിയർ ആയിട്ട് വരും. അതിലോട്ട് ഫോക്കസ് നോക്കിക്കോ. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. തന്നെ നിൽക്കുമോ ശരിക്കും? എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് ഉത്തരം പറയാൻ നോക്കാം. ചോദിച്ചു സുഖമാണോന്ന് ചോദിച്ചു. ആള് വന്നിട്ടുണ്ട് മനസ്സിലായോ? അത് കുഴപ്പമില്ല. സംസാരിക്കാൻ പറ്റുമോ നോക്കി. ചോദിക്കും മിണ്ടുവോ നോക്കട്ടെ. ചോദിക്കും. വല്ലതും പേടിപ്പിക്കുന്നുണ്ടോ? അത് ഇല്ലല്ലോ. അതല്ല ഇപ്പൊ വരുന്ന ആള് ഒന്നുമില്ലല്ലോ. ചോദിച്ചു മിണ്ടിക്ക്. സുഖമാണോന്ന് ചോദിച്ചു. തുറക്കാൻ വരുന്നില്ലേ? റിലാക്സ്. കാരണം സ്റ്റക്കായിരിക്കോ? എന്ത് അത് വന്നത് ആക്ച്വലി സോളായിരിക്കും തന്നെ. അതുകൊണ്ടാണ്. അല്ല ഇപ്പം സോള് വരുന്ന സമയത്ത് സംസാരിക്കത്തില്ല. ഹിപ്നോട്ടിസ് ആണെന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നിട്ട് സംസാരിക്കാൻ പറ്റും. സോള് വരുവാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ചിരിക്കും. ഇവിടെ ചിരിക്കല്ലേ ഇത്? പക്ഷെ കാണാൻ പറ്റിയത് ഇത് എങ്ങനെയായിരുന്നു? രൂപം മാത്രമായിരുന്നു. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ തോന്നലാണെന്ന് അറിയത്തില്ല പറഞ്ഞില്ലേ? തോന്നലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചിന്തിച്ചു വിട്ടാലോ. എന്നാ പിന്നെ എനിക്ക് നടന്നോളെ ചെല്ലാം. നടക്കാൻ എനിക്ക് പറ്റില്ല വെച്ചോ ശരിക്കും. നടക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അത് മിണ്ടാതെ പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത് സത്യമാണ്. മനസ്സിന്റെ ഇതായിരിക്കും. ഇവർക്കും മനസ്സ് നല്ല ഇതാക്കാനുള്ള കഴിവുണ്ടല്ലേ. അയ്യോ മാനിപ്പുലേഷൻ ഇല്ല. നിങ്ങൾക്കറിയാലോ എങ്ങനെ ഇതിന്റെ ഒരു ഇത് വരുന്നത്. നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. രൂപ ഞാൻ അടുത്ത ഒരു ദിവസം ശ്രുതിയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ലെന്നുള്ളൊരു ഫീൽ. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം അറിയാതിരിക്കാം. കരഞ്ഞത് പേടിച്ചാണായിരുന്നത്. ആരെ കണ്ട് അനങ്ങാനും പറ്റുന്നില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഹിപ്നോട്ടൈസേഷൻ ഒക്കെ കഴിഞ്ഞു. പോവാണ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മള്. അപ്പോൾ ഇനി എന്താ പരിപാടി?
നിങ്ങളിപ്പോൾ ചേച്ചിനെ കൊണ്ടാക്കി ഈ വഴി പോണ്. അപ്പോൾ ഒന്നും ഇവിടെ ഇറങ്ങി നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോകാം. ഓക്കെ, ഇവിടെ കാണാം. അപ്പം ഇവിടെ ഉണ്ടാവും ഞങ്ങൾ. അവിടെ കുറച്ച് നേരത്തിന് ഉറക്കാൻ പറ്റും കേട്ടോ അപ്പോഴേക്കും. ശരി കേട്ടോ. ആ നിങ്ങൾ ബൈക്കിലാണോ മലപ്പുറത്ത് വന്നത്? അല്ലല്ല ഇപ്പോൾ പോകും. അപ്പോൾ ചേച്ചി ശരിയാണ്. ഇവിടെ ആ ശരി ശരി ശരി. ബ്രോ ഇവിടെ ഇറങ്ങൂലേ? ഓക്കെ ബ്രോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഹിപ്നോട്ടൈസ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എനിക്കെന്തോ പറ്റിയില്ല. ഇവ റെസിസ്റ്റ് ചെയ്ത് ഞാനെന്തോ റെസിസ്റ്റ് ചെയ്യുന്നു. ആ സംഭവം കാരണം എനിക്കെന്തോ വരുന്നില്ല. കുറെ വട്ടം ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് മാത്രം കാണാൻ പറ്റി. പക്ഷേ ഇവന്റെ വലിയമ്മയൊക്കെ ചെയ്ത് പുള്ളിക്കാരി കരഞ്ഞു പോയി. വലിയമ്മയ്ക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റിയില്ല. ഒരു രൂപം അങ്ങനെ ഒരു രീതിയിലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റുന്നോള്. ഇവ റെസിസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. പക്ഷേ നീ ട്രൈ ചെയ്താടാ. ഞാൻ നല്ലൊരു ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, കാണണം നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ കാണാം, പക്ഷേ കിട്ടിയില്ല. അവരുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ആരാണെങ്കിൽ നമ്മള് വി പാർക്കിലൊക്കെ പോയി വേറെ ആൾക്കാരെ കാണിക്കുന്ന സംഭവം ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ വേണം. അവരുടെ മാത്രം ഒരു ഇതുണ്ടായിട്ടായിരുന്നു നമ്മളും കൂടെ ചെയ്താലും എല്ലാവർക്കും ആവണമെന്നില്ല. ഇപ്പൊ 10 പേരിലാണെങ്കിൽ 4 പേർക്ക് ഈ സംഭവം കിട്ടത്തുള്ളൂ. അതിനുള്ളൊരു ഇപ്പൊ സംഭവം ഉണ്ടല്ലേ. അങ്ങനെയൊക്കെയാണ്. ഇപ്പോ കാണാൻ പറ്റിയില്ല. ഇത് തുടർച്ചയായിട്ട് ഇത് ചെയ്താ കാണാൻ പറ്റുമെന്ന് അവര് പറയുന്നത്. തുടർച്ചയായിട്ട് ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ആദ്യം ഒന്നും ചെയ്തപ്പോ ഇവനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പൊ പിന്നെയും കുറച്ച് അവര് ട്രൈ ചെയ്ത് നോക്കുന്ന എന്റെ മൈൻഡിന്റെ ഒരു കുഴപ്പമാണ്. ഒരുപാട് വട്ടം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വന്ന്. ബാക്കിയുള്ള കാര്യം ഒക്കെ ഈ ഹിപ്നോട്ടിസം ഇവന് ഇത് എന്തൊരു സാധനം പറഞ്ഞാലേ ഇമാജിനേഷൻ ചെയ്യുന്ന ഇമാജിനേഷൻ അതാണ് ഒരു പ്രശ്നം. പക്ഷേ എന്തെങ്കിലും കണ്ടില്ല രീതിയിലായി കണ്ടില്ല. അപ്പോ അങ്ങനെയൊക്കെയാണ്. എല്ലാ വീഡിയോക്കകത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതാണ്. അപ്പം ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുമെല്ലാം ചെയ്യുക. പിന്നെ ഹൈപ്പ് അതുകൂടെ ചെയ്തേക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.